ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വലതിനും വരുത്തി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിനമായി ഇന്ന് നമ്മെ ഇവിടെ ഒരുമിച്ച് ചേർത്ത കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് ഈ നിമിഷത്തിൽ ഓർക്കാം. ഈ തിരുഹൃദയ തിരുനാളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈശോ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെയും പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മൾ ഈ ദിനത്തിൽ, ഈ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും, അധ്വാന മേഖലകളെയും, മക്കളെയും, അവരുടെ ഭാവി ജീവിതങ്ങളെല്ലാം നമുക്ക് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. തിരുഹൃദയ തിരുനാളിന് മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണോ? ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ അടുത്തിരിക്കുന്നവർ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്നവർ പറഞ്ഞേ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞേ. തിരുഹൃദയ തിരുനാളിൻ്റെ ദിവസം പ്രത്യേകമായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് പറഞ്ഞേ. സന്തോഷത്തോട് പറഞ്ഞേ. ഒന്ന് കയ്യെ പിടിച്ചോ, ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞേ. ആ, അതിന് മസിൽ പിടിച്ചിരിക്കണ്ട ഈ വചന ശുശ്രൂഷയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തിരുഹൃദയ തിരുനാളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഈശോ പറഞ്ഞ ഒരു വചനം നമ്മൾ വായിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസം പ്രത്യേകമായിട്ടും ഈ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വളരെ പ്രധാനപ്പെട്ട ഈശോ പറയുന്ന ഒരു വചനമാണ്. എല്ലാവരും ബൈബിളൊക്കെ എടുത്തു തുറന്ന് നമുക്ക് ഒരുമിച്ച് വായിച്ച് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടും ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയാം. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ ഒരുമിച്ച് വായിക്കാം. പെട്ടെന്ന് വായിച്ച് നമ്മൾ ഈ ദിവസം കൂടുതൽ അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് വായിച്ചാലോ? മത്തായി 18, 11, 28 മുതൽ ഒരുമിച്ച് വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഇത് വിശ്വസിക്കുന്നവർ, ഈ വചനം വിശ്വസിക്കുന്നവർ, അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നമ്മൾ ഈശോയുടെ അടുക്കൽ വരുമ്പോൾ നമ്മെ ഈശോ ആശ്വസിപ്പിക്കും, നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിച്ച് തരും എന്ന് വിശ്വസിക്കുന്നവർ വലതിനു ഉയർത്തി 2 ഹല്ലേലൂയ പറഞ്ഞു. കൈ ചിലർ അധികം പൊങ്ങുന്നില്ല, അല്പവിശ്വാസിയായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നലെ നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദിന കൺവെൻഷനുണ്ട്. മാസത്തിൽ ഒരു ഏകദിന കൺവെൻഷൻ നമ്മൾ നടത്തുന്നതാണ്. അവിടെ ഇന്നലെ ഒരു റിട്ടയർഡ് ടീച്ചർ വന്ന് സാക്ഷ്യം പറയുകയാണ്. ഈ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്: ടീച്ചറുടെ മകൾ ബിടെക് കഴിഞ്ഞു, അത് കഴിഞ്ഞ് എംടെക് എല്ലാം കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. മകളുടെ ജീവിതത്തെ ജോലി വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ട് വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കോവിഡിന് മുമ്പ് നഷ്ടപ്പെട്ടു, അതിനുശേഷം ഇത്ര നാളുകളായി ഒരു ജോലിക്ക് ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഈ മകളുടെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞ് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, അതുപോലെ വ്യക്തിപരമായി ബൈബിൾ വായിച്ചിട്ട് എന്താ കാര്യം, ജപമാല ചൊല്ലിട്ട് എന്താ കാര്യം, പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം. അങ്ങനെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ഈ അമ്മയ്ക്ക് നല്ല വിശ്വാസമുണ്ട്, അമ്മ എത്ര പറഞ്ഞിട്ടും ഇത് കേൾക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്മ നമ്മുടെ ഏകദിന ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കാൻ വന്നു. അങ്ങനെ പങ്കെടുക്കാൻ വന്ന് കഴിഞ്ഞ മാസം ഈ അമ്മച്ചി വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ മകൾക്ക് വിശ്വാസം ക്ഷയിച്ചു, ജോലിയും കിട്ടിയില്ല, വിശ്വാസം ക്ഷയിച്ചു, ആകെപ്പാടെ പ്രതിസന്ധിയാണ്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവൾക്ക് ഒന്നാമത് ജോലി കിട്ടുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം അവൾക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടാകണം. അതുണ്ടായാൽ ബാക്കിയെല്ലാം ആകും എന്ന് ഈ അമ്മ പറയുകയാണ്. അപ്പോൾ എന്തായാലും ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ശക്തമായി പ്രാർത്ഥിച്ച് ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ ഈ മകൾക്ക് വിശ്വാസം ഉണ്ടാകാൻ പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ ജോലി മേഖല തുറന്നു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഈ അമ്മച്ചി അതിൽ നിന്നും ഇവൾക്കൊരു വിടുതൽ കിട്ടും എന്ന് വിശ്വസിക്കുകയും ഈ
അടുത്ത മാസത്തെ ശുശ്രൂഷയിൽ ഈ ശുശ്രൂഷ ഇവിടെ വെച്ച് നടക്കുന്ന ശുശ്രൂഷയിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് ഈ അമ്മച്ചി വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ നേർന്നു പോയി. ഇന്നലെ ശുശ്രൂഷയിൽ വന്നപ്പോൾ നേരത്തെ തന്നെ വന്ന് ഈ അമ്മച്ചി വന്നിട്ട് അമ്മച്ചി പറഞ്ഞു അവളുടെ വിശ്വാസം ശരിയായി, അവളുടെ ജോലി ശരിയായി, അവളിപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവൾ പറഞ്ഞു ഇവിടുത്തെ കഞ്ഞി കൊടുക്കുന്ന ശുശ്രൂഷയ്ക്ക് 1000 രൂപ ഇപ്പം തക്കാലം അമ്മച്ചി കൊടുക്കും, ബാക്കി ഞാൻ പിന്നെ തന്നോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്ന് തന്നു. ഞാൻ അത് കഞ്ഞി വെക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ, വലുതിനും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സ്നേഹമുള്ളൊരു ഈശോ ഈ തിരുഹൃദയ തിരുനാൾ നമ്മോട് പറയുന്ന കാര്യം ഇതാ, ഈശോയുടെ ഹൃദയം സ്നേഹമുള്ള ഹൃദയമാണ്. ഈശോയുടെ ഹൃദയം സ്നേഹമുള്ള ഹൃദയമാണ്. ആരെ മാറ്റി നിർത്തുന്ന ഒരു ഹൃദയമല്ല ഈശോയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 11:28. ഒരുമിച്ച് വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. വീണ്ടും ഈശോ പറയുക, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഇപ്പോൾ ജീവിതത്തിൽ ആശ്വാസമില്ലാതെ പ്രതിസന്ധിയിലൂടെ ഞെരുക്കങ്ങളിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോയിലേക്ക് വരാൻ പറയുക. ഈ തിരുഹൃദയ തിരുനാളിൽ ഈശോ പറയുക, നിങ്ങൾ എൻ്റെ അടുത്ത് വരാൻ പറയുക. നിങ്ങൾ വേറെ പല സ്ഥലത്തേക്ക് പോകരുത്. പല സ്ഥലത്തേക്ക് നമ്മൾ ഇന്ന് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ എവിടെയാണ് രക്ഷ കിട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കും, അല്ലെങ്കിൽ റെക്കമെൻഡേഷന് പുറകെ പോകും. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക സമ്പത്തുള്ളവരുടെ അടുത്ത് പോകും. അങ്ങനെയുള്ളവരെല്ലാം അടുത്ത് പോയി നിരാശപ്പെട്ട് നടക്കുന്ന അനേകം വ്യക്തികളുണ്ട്. മനുഷ്യരിൽ വിശ്വാസം അർപ്പിക്കരുത്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2:22. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2:22 എടുത്ത് ഒരുമിച്ച് പെട്ടെന്ന് വായിക്കാം. ഹല്ലേലൂയ. ഈ ബൈബിൾ തുറപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? ബൈബിളായിട്ട് നമ്മൾ വളരെ ഫെമിലിയർ ആകണം. പെട്ടെന്ന് നമ്മൾ വചനം വായിക്കുന്നവരായി മാറുമ്പോൾ ഈശോയുടെ അനുഗ്രഹങ്ങൾ കിട്ടും. നമുക്ക് ഒരുമിച്ച് വായിക്കാം. യെശയ്യാ 2:24 22 വായിച്ചു. മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്, അവനൊരു ശ്വാസം മാത്രം, അവൻ എന്ത് വിലയുണ്ട്. അപ്പം ദൈവത്തിൻ്റെ വചനം പറയാം, മനുഷ്യനിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കരുത്, അവന് ഒരു ശ്വാസം മാത്രമാണ്, അതുകൊണ്ട് അവൻ എന്ത് വിലയുണ്ട്. അപ്പം ദൈവത്തിൽ വിശ്വസിക്കാൻ പറയുക. ഈശോ ഈ തിരുഹൃദയ തിരുനാളിൽ നമ്മോട് പ്രത്യേകമായിട്ട് പറയുന്ന കാര്യം ഇതാ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം, ഈശോയിൽ വിശ്വസിക്കണം. ഈശോ ചെയ്തത് പിതാവായ ദൈവത്തിലെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈശോ പിതാവായ ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് പകൽ മുഴുവൻ ജോലിയെടുക്കുന്നു, പ്രവർത്തനങ്ങൾ നടത്തുന്നു, അത്ഭുതങ്ങൾ നടത്തുന്നു, രോഗശാന്തികൾ നടത്തുന്നു, അതുപോലെ ജനത്തിന് വേണ്ടി നന്മ പ്രവർത്തികൾ ചെയ്യുന്നു. രാത്രി ഈശോ പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വന്നു. മനുഷ്യരിൽ ആരിലും യേശു വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു വചനമുണ്ട്, അറിയാവോ? ഈശോ മനുഷ്യരിൽ ആരും വിശ്വസിച്ചില്ല അവരിലുള്ള എന്താണ് എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈശോ പറയുന്നൊരു വചനമുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 2:24. യോഹന്നാൻ്റെ സുവിശേഷം 2:24. യോഹന്നാൻ 2:24. 23ഉം 24ഉം വായിച്ചു, അപ്പോൾ കറക്റ്റാണ്. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ അറിയാം, മനുഷ്യരിൽ ഇത്രേ ഉള്ളൂ എന്നറിയാം. അപ്പം കിട്ടുമ്പോൾ ഹായ് പറയും, കിട്ടാതെ വരുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം യേശുവിന് മനുഷ്യരിൽ അത്രേ ഉള്ളൂ. ദൈവത്തിൽ യേശു വിശ്വസിച്ചു, പിതാവായ ദൈവത്തിൽ വിശ്വസിച്ചു, പിതാവായ ദൈവത്തോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് മനുഷ്യരെ വിശ്വസിക്കേണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷേ നമുക്ക് ആശ്വാസം തരാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റുന്നവൻ യേശു മാത്രമേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 14:1, യോഹന്നാൻ്റെ സുവിശേഷം 14:1 അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്.
നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അപ്പോൾ ഈശോ പറയുക, നിങ്ങളുടെ ഹൃദയം ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ, നിങ്ങൾ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവ് എടുത്തു മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ രക്ഷ നേടാൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹായം നൽകാൻ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കുന്നത് യേശുവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈശോയുടെ തിരുഹൃദയം സ്നേഹത്തിൻ്റെ ഹൃദയമാണ്. ഈശോയുടെ തിരുഹൃദയം സ്നേഹത്തിൻ്റെ ഹൃദയമാണ്. എല്ലാവരും ചേർത്ത് നിർത്തുന്ന, അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, അസ്വസ്ഥതകളിൽ ഇടപെടുന്ന ഒരു ദൈവമാണ് ഈശോ എന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം യേശുവിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയണം. ഇന്ന് നമുക്കറിയാം, മക്കൾക്ക് അപ്പന്മാരുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നില്ല. മക്കൾക്ക് അപ്പന്മാരുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ തിന്നാൻ കൊടുക്കുന്നുണ്ട്, ഉടുക്കാൻ കൊടുക്കുന്നുണ്ട്, പഠിക്കാൻ കൊടുക്കുന്നുണ്ട്, എല്ലാ സംവിധാനവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചോദിക്കുന്ന എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? കടവാണെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ശരി, മക്കൾ ചോദിക്കുന്നത് കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഇതെല്ലാം കൊടുക്കും. പക്ഷേ മക്കൾക്ക് മാതാപിതാക്കന്മാരുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റില്ല. എനിക്ക് പണ്ട് ഒരു പാട്ടക്കാരുണ്ടായിരുന്നു, മാരുതി 800. ഞാൻ അതുകൊണ്ട് ഒത്തിരി വർഷം കൊണ്ട് നടന്നതാണ്. അപ്പോൾ ഞാനതിങ്ങനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു വർക്ക്ഷോപ്പിൽ പോകും. ആ വർക്ക്ഷോപ്പുകാരൻ നല്ല വർക്ക്ഷോപ്പുകാരനാണ്, അധികം പൈസയും മേടിക്കില്ല, അതുപോലെ തന്നെ കടം വേണേലും പറഞ്ഞിട്ട് പോരാം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്തേലും നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഈ കാറും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകും. അങ്ങനെ നല്ലൊരു അടുപ്പമുണ്ട്. അടുപ്പം മീൻസ് ഇങ്ങനെ ചെല്ലും, വർത്താനം പറഞ്ഞ് പെട്ടെന്ന് ശരിയാക്കി തരും, അധികം പൈസയും മേടിക്കില്ല. ഇപ്പോൾ ഇല്ലെങ്കിലും ഫാദർ പിന്നെ തന്നാലും മതി എന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ ഒരു ഹൃദയ അടുപ്പം ഉണ്ടായിരുന്നു. എന്നാൽ പുള്ളിയുടെ കാര്യം എനിക്ക് കൃത്യം അറിയത്തില്ല. ആൾ തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ളതാണെന്ന് എനിക്കറിയാം, പേരും അറിയാം, ഇത്രേ ഉള്ളൂ. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എന്നെപ്പോലെയുള്ള ഒരാൾ, ഒരു പഴയ വണ്ടി നന്നാക്കാൻ പോകുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എന്നോട് അവിടെ പറഞ്ഞു വിട്ടത്. ആ ചേട്ടൻ എനിക്ക് വാട്സപ്പിൽ ഇയാളുടെ ഫോട്ടോ അയച്ചു തന്നു. ഇയാളുടെ ഫോട്ടോ അയച്ചു തന്ന ആദരാഞ്ജലിയുടെ ഫോട്ടോയാണ്. വയസ്സ് 52 ഉള്ളൂ. ആദരാഞ്ജലിയുടെ ഫോട്ടോ അയച്ചു തന്നു. അപ്പം ഞാൻ ഇവരുടെ വിളിച്ചു, അങ്ങനെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് വീട്ടിലൊക്കെ വിളിച്ചു. അങ്ങനെ ചേട്ടൻ അറ്റാക്ക് വന്ന് മരിച്ചെന്ന് പറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അത്രയും കാര്യങ്ങൾ അറിയാം, വേറൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നാൽ അത് സംഭവിച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷം മിച്ചം കഴിഞ്ഞു. ഞാൻ ഈ അടുത്ത കാലത്ത് ആ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേട്ടനെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു. അദ്ദേഹം വേറൊരു വർക്ക്ഷോപ്പിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഈ കൂടെ ഉണ്ടായിരുന്ന അയാളെ കണ്ടിങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പഴയ കാര്യങ്ങളും സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഈ ചേട്ടൻ പെട്ടെന്ന് മരിച്ചുപോയി, നല്ലൊരു ചേട്ടനായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മരിച്ച ചേട്ടനെക്കുറിച്ച് പറയുക, ഈ വർക്ക്ഷോപ്പ് ഇവിടെ വാടകയ്ക്ക് സ്ഥലം എടുത്ത് നടത്തിക്കൊണ്ട് ചേട്ടനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അച്ഛനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സങ്കടം? അദ്ദേഹം പറഞ്ഞു, ഈ വർക്ക്ഷോപ്പ് പണിയെടുത്ത് വേറൊരു വർക്ക്ഷോപ്പിൽ പോയി കൂലിക്ക് പണിയെടുത്ത് അവസാനം ഒരു സ്ഥലമെടുത്ത് ഷെഡൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പൊക്കെ നടത്തി അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു മകളേ ഉള്ളൂ. ആ മകളെ പഠിപ്പിച്ചു BSc നേഴ്സിംഗ് പഠിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പഠനമെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒരു അന്യമാസത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇത് ഇയാൾക്ക് താങ്ങാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്. ഇയാൾ കഷ്ടപ്പെട്ടും സ്നേഹിച്ചും വളർത്തിയും എല്ലാം കൊണ്ടുവന്ന് ഇവളെ പഠിപ്പിച്ച് ഇവളിലൂടെ ഒരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ആ സ്വപ്നം നഷ്ടപ്പെട്ടു പോയപ്പോൾ, പൊലിഞ്ഞു പോയപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറയാണ്, പിന്നീട് ഈ അപ്പൻ, ഇവളുടെ അപ്പൻ, ഈ ചേട്ടൻ ഹാർട്ട് അറ്റാക്ക്, സിവിയർ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ചേട്ടൻ അത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഈ പുള്ളി പിന്നെ ശ്രദ്ധ പോയി. മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ലെന്നായി. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇവനോട് പറയുമായിരുന്നെന്ന് പറഞ്ഞു, എന്തിനാ ഈ ജീവിക്കുന്നതിൻ്റെ അർത്ഥം? ആറ്റുനോക്കിട്ട് പഠിപ്പിച്ച് സ്വപ്നം കണ്ടു കൊണ്ടുവന്ന ഈ മകൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഇത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ മരുന്ന് അദ്ദേഹം കഴിക്കുന്നതും നിർത്തി, ചെക്കപ്പിന് പോകുന്ന നിർത്തി, വല്ലപ്പോഴുമൊക്കെ പോകും. അതങ്ങനെ കെയർലെസ്സായി മാറി. അതിൻ്റെ ഫലമാണ് ഇതുണ്ടായെന്ന് പറയണം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളുടെ മക്കൾക്ക് മാതാപിതാക്കന്മാരുടെ സ്നേഹം തിരിച്ചറിയത്തില്ല. അവർ വയറ് വരിച്ചു മുറുക്കി
അതുപോലെ തന്നെ കഷ്ടപ്പെട്ടും അതുപോലെ എല്ലാ ഞെരുക്കങ്ങളിലൂടെ കടന്നു വന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്ന് സ്വപ്നം കണ്ടുവരുമ്പോൾ മാതാപിതാക്കന്മാരുടെ സ്വപ്നങ്ങൾ തകിടം മറിക്കുന്ന തച്ചുടയ്ക്കുന്ന അനേകം മക്കൾ ഈ കാലഘട്ടങ്ങളിലുണ്ട്. അത് ഹൃദയത്തിൻ്റെ ഒരു വേദനയാണ്, മാതാപിതാക്കന്മാരുടെ വേദനയാണ്. ഈ വേദന തിരിച്ചറിയാൻ പറ്റാത്ത അനേകം മക്കൾ ഈ കാലഘട്ടങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാം. വലതിനുവർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഇങ്ങനെയുള്ളവരെയും സ്നേഹിക്കുന്നവനാണ് ഈശോ. ഇങ്ങനെയുള്ള മാതാപിതാക്കന്മാർക്ക് സ്നേഹം നിഷേധിക്കപ്പെടുന്ന, കരുതൽ നിഷേധിക്കപ്പെടുന്ന, സ്വന്തമെന്ന് കരുതിയവർ ഉപേക്ഷിക്കുന്നവർക്കും ആശ്വാസം നൽകാൻ കേൾപ്പുള്ളവൻ ഈശോ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതാണ് ഈ തിരുഹൃദയ തിരുനാളിൽ ഈശോ പറഞ്ഞു തരുന്ന കാര്യം. ഇതാ, നിന്റെ വേദനകൾക്ക്, നിന്റെ ഹൃദയ നൊമ്പരങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഈശോ അല്ലാതെ വേറെ ആരുമില്ല. അത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് ഈശോ ഈ തിരുഹൃദയ തിരുനാളിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വലുതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായം. ഒരുമിച്ച് വായിക്കാം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കുകയില്ല. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ മറക്കില്ല. നമുക്കറിയാം, പെറ്റമ്മ പോലും കുഞ്ഞുങ്ങളെ മറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ നിന്നും ഒരു ചെറുപ്പക്കാരത്തി 10-21 വയസ്സ് ഉള്ളൂ. അവൾ പ്രസവിച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2-3 മണിക്കൂറിനുള്ളിൽ അവൾ ചെറിയ കുഞ്ഞിനെ 5-ാം നിലയുടെ പൊക്കത്തിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്നും താഴെയുള്ള വേസ്റ്റ് കോനിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ഇവളും ആ തെറ്റിനെ പ്രതി മനസ്തുപിച്ച് ഈശോയുടെ അടുക്കൽ ചെന്നാൽ ഈശോ ക്ഷമിക്കുമോ? ഈശോ ക്ഷമിക്കുമോ? ഈശോ ക്ഷമിക്കും. നമ്മളാണ് ക്ഷമിക്കുമോ? അതാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. അതാണ് അങ്ങനെയുള്ളവരുടെ പോലും പാപങ്ങൾ ഏറ്റെടുത്ത് അവരെ സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് നിർത്തുന്നവനാണ് ഈശോ എന്ന് ഈ തിരുഹൃദയ തിരുനാൾ പറഞ്ഞു തരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. നമ്മൾ ബൈബിൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ, ഈശോയുടെ ഈ ക്ഷമിക്കുന്ന, കരുതലുള്ള, ചേർത്ത് നിർത്തുന്ന സ്നേഹം നമ്മൾ ബൈബിൾ കണ്ടുമുട്ടുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സമരിയാക്കാരി സ്ത്രീയെ കണ്ടുമുട്ടാൻ വേണ്ടി യേശു സമരിയായിൽ വരുന്നത് ഏതാണ്ട് 37ഓളം കിലോമീറ്റർ നടന്നാണ് ഈശോ അവിടെ വരുന്നത്. ഈശോയ്ക്ക് പോകേണ്ടത് വേറെ സ്ഥലത്തേക്കാണ്, പക്ഷേ അങ്ങോട്ട് പോകാൻ വളഞ്ഞ് 37ഓളം കിലോമീറ്ററുകൾ നടന്ന് ഈശോ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിരാവിലെ എപ്പോൾ എത്തിയെന്നാണ് പറയുന്നത്? സമരിയാക്കാരി സ്ത്രീയെ കാണാൻ യാക്കോബിൻ്റെ കിണറ്റിൻകരിയിൽ ഈശോ എത്തിയപ്പോഴാണ് നട്ടുച്ചയ്ക്ക് എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ 37 കിലോമീറ്റർ നടന്ന് നട്ടുച്ചയ്ക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എപ്പോൾ പോരേണ്ടി വരും? 37 കിലോമീറ്റർ നടക്കണം. രാവിലെ 3 മണിക്ക് തുടങ്ങി കാണും, അല്ലെ 1 മണിക്ക് തുടങ്ങി കാണും. ഇത്ര കിലോമീറ്റർ നടക്കാൻ വേണ്ടി അത്ര മണിക്കൂറുകൾ നേരത്തെ പലകാലം ഇറങ്ങി കാണും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ നടന്നിട്ടുണ്ട്. 40 കിലോമീറ്റർ ഒരു ദിവസം നടന്നിട്ടുണ്ട് ഞാൻ. 40 കിലോമീറ്റർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബസ്സൊന്നുമില്ല. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലഘട്ടം, എൻ്റെ റീജൻസി പീരീഡ് കഴിഞ്ഞ സമയം, ഞാൻ വെസ്റ്റീഷൻ ഉടുപ്പ് കിട്ടുന്ന സമയം, സെമിനാരി പഠിച്ച് 7 വർഷം കഴിയുമ്പോൾ ഉടുപ്പ് കിട്ടും, വൈദിക വസ്ത്രം കിട്ടും. ഈ വൈദിക വസ്ത്രം കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു, എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ഒരുമിച്ച് പഠിച്ച, ഞാൻ പാലാരൂപതയ്ക്ക് വേണ്ടി പഠിച്ച കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ കൂടെയുള്ള 4 ബ്രദേഴ്സ്, പാലക്കാർ 4 ബ്രദേഴ്സ്, ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ഒരുക്കധ്യാനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ തീരുമാനിച്ചു, അങ്ങനെയെങ്കിൽ വാഗമണ്ണിൽ പോയി നമുക്ക് വെസ്റ്റീഷൻ ശനിയാഴ്ചയാണ്.
അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച വൈകിട്ട് തൊട്ട് വെള്ളിയാഴ്ച വരെ വാഗമണ്ണ് കുരിശുമല ആശ്രമത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഞായറാഴ്ച വൈകുന്നേരം വാഗമണ്ണ് കുരിശുമല ആശ്രമത്തിലെത്തി. അന്ന് വൈകിട്ട് ധ്യാനം ആരംഭിച്ചു. അധികം ധ്യാനമൊന്നുമില്ല. അവിടുത്തെ ആശ്രമാധിപൻ ആബട്ട് ഒരു ടോക്ക് തരും, ബാക്കി സമയങ്ങൾ നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറയും. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ നല്ല തണുപ്പും അതുപോലെയൊക്കെയുള്ള സ്ഥലമാണ്, ആ സമയമാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞു. ഒരു മെയ് മാസത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ 2-ാം ദിവസം രാവിലെ പുലർച്ചെ ഒരു 1:30 സമയത്ത് ഞങ്ങളുടെ വാതിക്കൽ വന്ന് ഈ ആബട്ട് വന്ന് മുട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ശനിയാഴ്ച വെസ്റ്റീഷനാണ്, പക്ഷേ രാജീവ് ഗാന്ധി ഇലക്ഷനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ബസ്സുകളും അതുപോലെ തന്നെ യാത്രാ സംവിധാനം, പൊതു സംവിധാനങ്ങൾ മുഴുവനും ഏതാനും ആഴ്ചകളിലേക്ക് ഉണ്ടാകും തോന്നില്ല, എല്ലാം ക്യാൻസലാക്കിയിരിക്കുകയാണ്. വലിയ കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുമെന്നായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റീഷ സമയത്തെത്തില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് വീണ്ടും ഒരു 3:30 കഴിഞ്ഞ് അവിടെ 3 മണിക്ക് പ്രാർത്ഥിക്കാനേക്കും. അപ്പോൾ 3 മണിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആ സമയത്തും റേഡിയോ ന്യൂസിൽ വരുന്നുണ്ട്, ന്യൂസ് ബുള്ളറ്റിൻ വരികയാണ്. ഇങ്ങനെ രാജീവ് ഗാന്ധി മരിച്ചു, ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഒത്തിരി കലാപങ്ങൾ ഡൽഹിയിലും അതുപോലെ മറ്റ് പല പ്രദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ്. ഇലക്ഷനോടനുബന്ധിച്ചാണ് നടന്നത്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്ന നല്ലതെന്ന് വീണ്ടും ഈ ആശ്രമശ്രേഷ്ഠൻ പറഞ്ഞു. ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇനി 2 ദിവസമോ 3 ദിവസമോ ഉള്ളൂ ഞങ്ങൾക്ക് ഈ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. വെസ്റ്റീഷൻ പാല കത്തീഡ്രൽ വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി. ബ്രേക്ക്ഫാസ്റ്റെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് വാഗമൺ കുരിശുമല ആശ്രമത്തിൽ നിന്നും പാലായിക്ക് നടക്കുകയാണ്. 10-40 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ 8 മണി 8:30 സമയത്ത് അവിടുന്ന് ഇങ്ങോട്ട് നടക്കുകയാണ്. വാഗമണ്ണിൽ നിന്നും ഇങ്ങോട്ട് വരും. ഒറ്റ മരം പോലും ഇല്ലെന്നറിയാം, ഒറ്റ മരം പോലും ഇല്ല. നടന്ന് വെയിലടിച്ചു വരുവാണ്. വരുന്ന ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ബ്രദറിൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടി. നല്ല ചൂടാണ് ശരിക്ക്. ടാർ റോഡെല്ലാം ചൂടായി. ഒറ്റ മരം പോലും ഇല്ല. കൊക്കയാണ്, താഴേക്ക് നോക്കിയാൽ കൊക്കയാണ്. അങ്ങനെ വലിയ കുന്നും മലയാണല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ഈ ചെരുപ്പും പിടിച്ച് ഒരു ചെരുപ്പ് വിട്ട് മറ്റേ ചെരുപ്പ് കൈ പിടിച്ചുകൊണ്ട് ഈ ബ്രദർ പോരുവാണ്. അങ്ങനെ ഒരു 5-6 കിലോമീറ്റർ കിടന്നപ്പോഴാണ് വഴിയിലൊരു കയറ് കണ്ടു. ഒരു കയറ് കെട്ടി ആ കയറ് കൊണ്ട് ചെരുപ്പ് കാലെ കെട്ടിവെച്ചു. അങ്ങനെ ചൊട്ടി തറുത്ത് പാലായി ഞങ്ങൾ വൈകിട്ടൊരു 8:30-9 മണി സമയത്ത് ഞങ്ങൾ എത്തുകയാണ്. വരുന്ന വഴിക്ക് വെള്ളമില്ല, കടകളില്ല. അപ്പം ഞങ്ങളിങ്ങനെ പെട്ടി സൂട്ട് കേസൊക്കെ പിടിച്ച് വരുന്നത് കണ്ടപ്പോൾ ആൾക്കാർ വിചാരിച്ചേണ്ട ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയതാണെന്ന് വിചാരിച്ച് പലരും കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കാനൊക്കെ തുടങ്ങി. കാരണം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോകുന്നവരാണെങ്കിൽ എന്തോ ദേഷ്യം. ഇപ്പം നോക്കുമ്പോൾ ചിലർ കല്ലൊക്കെ ഇങ്ങനെ ഓങ്ങിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക എറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളവിടെ നിന്ന് കാണാത്ത പോലെ പോരുകയാണ്. കിട്ടിയാൽ ഏറ് കിട്ടും. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളമില്ല, ഒരു കട പോലും ഇല്ല, എല്ലാം അടച്ചു കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് രാവിലെ 8 മണിക്ക് 7:30 ആയപ്പോൾ കണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം വരുന്ന വഴിക്ക് കിണറുകൾ കാണും. വീടിന് മുറ്റത്തും അങ്ങനെ പറമ്പിലൊക്കെ കാണുന്ന കിണറുകളിൽ കയറി വെള്ളം കോരി കുടിച്ച് ഞങ്ങൾ വൈകിട്ട് 8 മണി വരെ എത്തി. ഏതാണ്ട് ഒരു 40 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ഞങ്ങളുടെ കണക്കനുസരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്കറിയാം യേശു ഇത്രമാത്രം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഒറ്റ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. സമരിയാക്കാരി സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ സമരിയാക്കാരി സ്ത്രീയോടുള്ള ഈശോയുടെ സ്നേഹം, ആ കരുതൽ ഈ നടപ്പിലെല്ലാം ഉണ്ടായിരുന്നുള്ളതാണ്. പകൽ മുഴുവൻ അല്ലെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് ഈശോ നടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ സ്നേഹം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോയുടെ സ്നേഹം 8-ാമത്തെ അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യഹൂദന്മാർ നിയമത്തിലെല്ലാം കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഈശോ നിലത്തെഴുതിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത്, വചനം പറയുന്നത്. ഈശോ പൂഴിയിൽ എഴുതിയത് അവരുടെ പാപങ്ങളായിരുന്നെന്നാണ് പറഞ്ഞത്. മത്തായി ചേട്ടൻ നീ ഇന്നത് ചെയ്തു എഴുതി കാണിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ എവിടെയോ വായിച്ച ഒരു കമൻ്ററി കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ഏലിയാമ്മേ നിൻ്റെ പാപം ഇതാന്ന് പറഞ്ഞ പോലെ ഒരു വന്നോരുടെ പാപം പൂഴിയിൽ എഴുതി. എന്തെഴുതിയെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എന്തായാലും എഴുതിയത് കണ്ടിട്ട് അവർ തിരിച്ചു പോയത്. നല്ലത് എഴുതിയിട്ടുണ്ടേ പോവോ?
അവരവിടെ നിന്നേനെ. അപ്പോൾ യേശു അവരുടെ പാപങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങളും നീതിമാന്മാരല്ല, ഇവളെക്കാളും മെച്ചപ്പെട്ടവളല്ല എന്ന ഒരു തിരിച്ചറിവ് ഈശോ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ വിട്ടുപോയി. പക്ഷേ ഈ സ്ത്രീ അവിടെ നിന്നു. അവസാനം ഈശോ ആ സ്ത്രീയോട് പറഞ്ഞതെന്താ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക. ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയാൻ ഈശോയുടെ ആ സ്നേഹമാണ്, ഈശോയുടെ കരുതലാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വലതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഈശോയുടെ ഈ തിരുഹൃദയ തിരുനാൾ നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യം ഇതാ, പാപികളെ ചേർത്ത് നിർത്തുന്ന ഈശോ. ലൂക്കാസ് സുവിശേഷം 19-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നുണ്ട്, ഒരു പാപിയായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നുണ്ട്. സമ്പത്തുണ്ട്, അതുപോലെ അധികാരമുണ്ട്, അതുപോലെ സ്ഥാനമാനങ്ങൾ സമൂഹത്തിലൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ സ്വയം വെറുക്കാൻ തുടങ്ങി. സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തി വഞ്ചിച്ചും അതുപോലെ തട്ടിപ്പറിച്ചും എല്ലാം അനേകം സ്വത്തുക്കൾ നേടിയെടുത്ത ഇവന് ഉള്ളിൽ ഒരു സ്നേഹമില്ല, ആത്മസ്നേഹമില്ല. ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ട് ഇവൻ നിരാശന. സത്യത്തിൽ നമുക്കറിയാം, ഇന്ന് എല്ലാം ഉണ്ടെങ്കിലും ഇന്ന് അനേകം ആൾക്കാർക്ക് ഉള്ളിൽ സ്നേഹമില്ല, അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ല, മതിപ്പില്ല, സ്വയം മതിപ്പില്ല, ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് അനേകം വ്യക്തികൾ അവരുടെ ജീവിതങ്ങളെ അവസാനിപ്പിക്കുകയാണ്. ആത്മഹത്യ ചെയ്യുന്ന പല വ്യക്തികളുടെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എന്തിൻ്റെ കുറവുണ്ടായിട്ടാണോ പലരും ആത്മഹത്യ ചെയ്യുന്നത്? സമ്പത്തില്ലായിട്ടാണോ? അല്ലെങ്കിൽ ജോലി ഇല്ലായിട്ടാണോ? ഇതൊന്നും ഇല്ലായിട്ടൊന്നുമല്ല ആത്മഹത്യ ചെയ്യുന്നത്, എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിൽ ഒരു കുറവ്, അല്ലെങ്കിൽ ശൂന്യത, അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയില്ല, സ്നേഹം കിട്ടിയില്ല എന്ന് ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ അനേകം വ്യക്തികൾ ഇന്ന് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ, അവൻ ഷിപ്പിലെ ക്യാപ്റ്റൻ പരീക്ഷ കഴിഞ്ഞ് പോയി കയറുന്നത് ക്യാപ്റ്റനായിട്ട്, അസിസ്റ്റൻ്റായിട്ട്, സെക്കൻഡ് ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. 5-8 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ശമ്പളം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, 29 വയസ്സുള്ള ഇവൻ അവധിക്ക് വന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഷിപ്പിൽ കയറേണ്ടത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ, അതിനൊരു 3-4 ദിവസം മുമ്പ് ഇവൻ സൂയിസൈഡ് ചെയ്തു. ക്യാപ്റ്റനായിട്ട് ഇവൻ പരീക്ഷ പാസ്സായി, അടുത്ത് പോയി കയറുന്ന ക്യാപ്റ്റനായിട്ടാണ്. ഇതിനു മുമ്പ് സെക്കൻഡ് ഓഫീസറായിട്ട് ഷിപ്പ് ഓടിച്ചുകൊണ്ട് നടന്ന ആളാണ്. വലിയ ഓയിൽ ടാങ്കറുകളും കണ്ടെയ്നറുകളും ഓടിച്ചുകൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ, 29 വയസ്സ്, ഏക മകൻ, അവൻ ആത്മഹത്യ ചെയ്തു. അവൻ്റെ ആത്മവിശ്വാസം ചോർന്നുപോയി. കാരണം അവനൊരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് അവൻ്റെ വൈഫുമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ആ വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ, അവസാനം ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ കാണിക്കില്ല എന്നുള്ള ആ ഒരു ശക്തമായ നിലപാട് അവരെടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ അതിന് ആ ഒരു ഉള്ളിലുള്ള അവൻ്റെ സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം തിരിച്ചറിയാൻ അവർക്ക് പറ്റാതെ പോയതുകൊണ്ട് ഇവൻ സ്വയം കീഴടങ്ങി. അവരൊരു പാഠം പഠിപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. ജോലിയുണ്ട്, ഒറ്റ മകൻ, സമ്പത്തുണ്ട്, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ഇവൻ്റെ ജീവിത പ്രതിസന്ധി ഇവനെ ഞെരുക്കിയപ്പോൾ ഇവൻ്റെ ആത്മവിശ്വാസം പോയി, സെൽഫ് കോൺഫിഡൻസ് പോയി. അതുപോലെ തന്നെ ഇവൻ ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, ആത്മഹത്യ ഒരു സൊല്യൂഷൻ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ആത്മവിശ്വാസം ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. ഒന്നിൻ്റെ കുറവ് കാണിയില്ല, ഭൗതികമായ കുറവുകളില്ലാത്തവർ. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പം സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ആത്മധൈര്യവും ആത്മവിശ്വാസവും പോയി. കാരണം ഇവൻ വഞ്ചിച്ചൊത്തിരി എടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവൻ സ്വയം വെറുക്കുന്നു, മറ്റുള്ളവർ ഇവനെ വെറുത്ത് പെരുമാറുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവന് ആത്മഹത്യ ചെയ്തില്ല. ദൈവകൃപ, ഹല്ലേലൂയ. സക്കേവൂസിന് വേണേൽ ആത്മഹത്യ ചെയ്യാമായിരുന്നു. പക്ഷേ സക്കേവൂസ് ഇങ്ങനെയുള്ള ഞെരുക്കങ്ങളിലൂടെ പോയപ്പോൾ സക്കേവൂസ് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശുവിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കേട്ടിട്ടുണ്ട്, മാനസാന്തരങ്ങൾ, സൗഖ്യങ്ങൾ, ഇതെല്ലാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിനെ വിളിക്കാൻ തീരുമാനിച്ചു. നമുക്ക് അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം പോകണോ? ഈ സക്കേവൂസ് കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളോ? ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് മാത്രമുള്ളൂ. യേശുവിൻ്റെ സഭയിൽ യേശുവിൻ്റെ ശരീരമായി തീർന്ന് നമ്മൾ
ജീവിത ഞെരുക്കങ്ങളിൽ നമ്മൾ തകർന്നു പോവുക അല്ല ചെയ്യേണ്ടത്, മറിച്ച് യേശുവിനെ ചേർത്ത് നിർത്തണം, യേശുവിനോട് ചേർന്ന് നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വലതിന് വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പം സക്കേവൂസിനെ ചേർത്ത് നിർത്തുന്ന യേശുവിൻ്റെ സ്നേഹം നമ്മൾ കണ്ടു. സമരിയാക്കാരിയെ ചേർത്ത് നിർത്തിയ യേശുവിൻ്റെ സ്നേഹം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ ചേർത്ത് നിർത്തിയ യേശുവിൻ്റെ സ്നേഹം, സക്കേവൂസിനെ ചേർത്ത് നിർത്തിയ യേശുവിൻ്റെ സ്നേഹം റോമാലേഖനം 6:7 വചനം പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്നേഹം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമ്മൾ കണ്ടുമുട്ടുകയാണ്. റോമാലേഖനം 6-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുലിഖിതം. ആറ് തൊട്ട് വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. അപ്പം നമ്മെ രക്ഷിക്കാൻ, പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ഈശോ ഈ ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഈശോയിൽ വിശ്വസിക്കുന്നവൻ അവൻ്റെ പഴയ ജീവിതത്തെ യേശുവിനോടുകൂടെ ക്രൂശിച്ച ഒരു ജീവിതമാണ് എന്ന് ഈശോ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. 22ഉം 23 വചനങ്ങൾ അതേ അധ്യായത്തിൽ 22, 23 വചനങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേദന മരണമാണ്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്ന്, അവൻ്റെ പാപകരമായ ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യജീവിതത്തിന് അവകാശിയാവുകയും അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപാവരം കൊണ്ട് അവൻ നിറഞ്ഞവനായി മാറും. പറഞ്ഞേ ഹല്ലേലൂയാം. വലുതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം 2 തിമോത്തി 1:9-10 വചനങ്ങൾ. 2 തിമോത്തി 1:9-10 വചനങ്ങൾ. ഒരുമിച്ച് വായിക്കാം. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചാണ്. ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു. അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തിയെന്ന് പറയുകയാണ്. അപ്പോൾ യേശുവിൻ്റെ തുറക്കപ്പെട്ട ഹൃദയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, യേശു കുരിശിൽ ഏറ്റെടുത്ത സഹനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അത് യേശു നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴമാണ്. എത്രമാത്രം സഹിച്ചു എന്നതിനെക്കുറിച്ച് സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുലിഖിതം, സക്രിയ പ്രവാചകന്റെ പുസ്തകം 13:6 യേശുവിൻ്റെ ഈ സഹനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചും അത് യേശുവിൽ എങ്ങനെ നിറവേറും എന്നതിനെക്കുറിച്ചെല്ലാം വെളിപ്പെടുത്തുകയാണ്. നമുക്കത് ഒരുമിച്ച് വായിക്കാം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 13:6. കിട്ടിയോ? നിന്റെ മുതുകിൽ കാണുന്ന ഈ മുറിവുകൾ എന്താ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ പറയും, സുഹൃത്തുക്കളുടെ വീട്ടിൽ വെച്ച് എനിക്കേറ്റ മുറിവുകളാണ്. അപ്പോൾ ഈശോയെക്കുറിച്ച് സക്രിയ പ്രവാചകനിലൂടെ പറയുക, നിന്റെ മുതുകിൽ കാണുന്ന ഈ മുറിവുകൾ എന്താ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ
അവൻ പറയും, ഈശോ പറയും, സുഹൃത്തുക്കളുടെ വീട്ടിൽ വെച്ച് എനിക്കേറ്റ മുറിവുകളാണ്. ഇത് ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്കറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ മുറിവുകളെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. പ്രിയപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഈശോ അനേകം സഹിക്കും, അതുപോലെ തന്നെ വേദനകൾ ഏറ്റെടുക്കുമെന്ന് ഈശോ വെളിപ്പെടുത്തി തരുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:2 മുതലുള്ള വചനങ്ങൾ, സക്കറിയ പ്രവാചകൻ 13:6 പറഞ്ഞ കാര്യങ്ങൾ, ഈ സഹനങ്ങൾ ഏറ്റെടുത്തു, ഈശോയുടെ ജീവിതം നിറവേറി. ഇത് യെശയ്യാ 53:6 അതിനെക്കുറിച്ച് പറയുക. 2 മുതലുള്ള വചനങ്ങൾ, ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ, ഒരുമിച്ച് വായിക്കാം, സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. 7-ാമത്തെ വചനം, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം യേശുവിൻ്റെ ഈ മുറിവുകൾ നമ്മോടുള്ള സ്നേഹം കൊണ്ട് ഈശോ ഏറ്റെടുത്തു എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അതുകൊണ്ട് ക്ലെർവോയിലെ വിശുദ്ധ ബെർണാദ് പറയുന്നുണ്ട് യേശുവിൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ച്, മുറിവുകൾ ഏറ്റെടുത്ത യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ക്ലെർവോയിലെ വിശുദ്ധ ബെർണാഡ് ഇങ്ങനെ പറയുക, കുരിശ് പ്രഘോഷിക്കുന്നു, മുറിവുകൾ കരഞ്ഞു പറയുന്നു. അതായത് അവൻ നമ്മെ ശരിക്കും സ്നേഹിക്കുന്നുവെന്ന്. അപ്പം യേശുവിൻ്റെ കുരിശ് പ്രഘോഷിക്കുന്ന കാര്യം ഇതാ. യേശുവിൻ്റെ കുരിശ് ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ട് നിൽക്കും. എന്നാൽ യേശുവിൻ്റെ മുറിവുകൾ കരഞ്ഞ് നമ്മോട് പറയുന്നു, യേശു അവൻ നമ്മെ ശരിക്ക് സ്നേഹിക്കുന്നുവെന്ന്. അപ്പം യേശു ശരിക്കും നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സഹനങ്ങൾ. അതൊരു അമ്മയോട് പറഞ്ഞാൽ പെട്ടെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെ ഒരു ഗർഭിണിയെ കണ്ടു. ഹല്ലേലൂയ. ഇന്നലെ ഒരു ഗർഭിണി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഇന്നലെ ഏകദിന കൺവെൻഷൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നെന്മാറ 8 മാസം കഴിഞ്ഞു. ഇപ്പോൾ പ്രസവിക്കാനൊക്കെ സമയമായി വരികയാണ്. അപ്പോൾ ഇവൾ പറയുക, ഇവൾക്ക് ഈ ഗർഭം ധരിച്ച് ഇത്ര നാളായി കഴിഞ്ഞ് ഇപ്പോൾ വലിയൊരു രോഗം, ഫിസ്റ്റുല എന്ന് പറഞ്ഞ രോഗം വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല. അത് ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഉണ്ടായതാണെന്നാണ് പറഞ്ഞത്. ബ്ലഡുകൾ പോകുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര പ്രതിസന്ധി. ഫിസ്റ്റുല എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ പ്രതിസന്ധി, അത് വലിയ പ്രതിസന്ധിയാണെന്ന് ഇവൾ പറയുകയാണ്. ഇപ്പോൾ ഡോക്ടർമാരെ കണ്ടു പറഞ്ഞു, ഒരു മരുന്നും കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആയുർവേദം കഴിക്കാൻ പറ്റില്ല, ഹോമിയോ കഴിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുക, ഇത് ഉള്ളിൽ വയറ്റിൽ കൊച്ചുള്ളത് കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇവൾ പറയുകയാണ്, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ, പിന്നെ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ വേറെ പലതും, ഇതെല്ലാം കൂടി വന്നിട്ട് നേരെ ചെവി വന്ന് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, വലിയ പ്രതിസന്ധി. എന്നിട്ട് ഇവളെന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിലും എനിക്കൊരു സന്തോഷമുണ്ട്, ഉള്ളിൽ എൻ്റെ കുഞ്ഞുണ്ടല്ലോ. ഹല്ലേലൂയ. ഈ വേദനകളും മരുന്ന് കഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും എനിക്ക് ഞെരുക്കമില്ല, കാരണം ഉള്ളിൽ എൻ്റെ കൊച്ചുണ്ടല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. വരതിന് വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ മരുന്ന് ചെയ്യാതെയും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെയും ഈ അമ്മ ജീവിക്കുന്ന ഈ കുഞ്ഞിന് വേണ്ടിയാണ്. കുഞ്ഞിനോടുള്ള സ്നേഹം ഈ അമ്മയ്ക്കുള്ളത് കൊണ്ട് ഈ അമ്മ പറയാം, ഈ മരുന്ന് എനിക്ക് കഴിച്ചില്ലെങ്കിലും ഈ വേദനയും ഈ പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഞാൻ ഞെരുങ്ങിയാണെങ്കിൽ ശരി, കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ഈശോയുടെ മുറിവുകൾ നമ്മോട് പറയുന്നത്, ബെർണാദ് പറയുന്ന, പുണ്യാളം പറയുന്ന കാര്യം ഇതാ, അവൻ ശരിക്കും നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ മുറിവുകൾ. അതുകൊണ്ടാണ് ഞാൻ അമ്മമാരെ കുറിച്ച് പറഞ്ഞത്. അമ്മമാർ പ്രസവ സമയമായി ബന്ധപ്പെട്ടും അനേകം സഹനങ്ങൾ, ചിലപ്പോൾ സിസേറിയനായിരിക്കും, അത് 2-3 ചെയ്തവരായിരിക്കും. ആ നടുവേദന ഇതുവരെ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടോ അമ്മച്ചിമാരും എന്ന് പറഞ്ഞേ. നിങ്ങൾ അന്ന് സിസേറിയൻ ചെയ്തപ്പോൾ എന്താണ് ഇഞ്ചക്ഷനൊക്കെ എടുത്തതിലൂടെ
എന്താണ് അനസ്തേഷ്യയൊക്കെ എടുത്തതിലൂടെ ഉണ്ടായ മുറിവെല്ലാം മാറിയിട്ടുണ്ട്. വേദന കൊച്ചൊക്കെ ഉണ്ടായി ഇപ്പം നമ്മളെ നോക്കുന്ന പോലും ഇല്ലായിരിക്കും. അവന് വേറെ പിള്ളേരുണ്ടായി കാണുമായിരിക്കും. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്നുണ്ടായ ആ മുറിവും വേദനയും ഇന്നും ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഈ അമ്മമാർ. അങ്ങനെയുള്ള ഈ അമ്മമാരെ മക്കൾ ഉപേക്ഷിച്ചു പോകുമ്പോൾ അതിൻ്റെ ശരീരത്തിലുള്ളൊരു വേദന, നീണ്ടു നിൽക്കുന്ന ഒരായുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നൊരു വേദന, ഒപ്പം മാനസികമായ വേദന. മക്കൾ ഉപേക്ഷിച്ചു. അപ്പോൾ ശാരീരികമായ വേദനയും ആത്മീയമായ വേദനയും മാനസികമായ വേദനയും എല്ലാം പേറി നടക്കുന്ന എത്രയോ അമ്മമാർ ഇവിടെ നിന്നല്ല, നിങ്ങളിലില്ല. ഹല്ലേലൂയ. വേറെ പലയിടത്തും ഉണ്ട്. അപ്പം ഇവിടെയാണ് മുറിവിൻ്റെ വേദന എന്ന് പറയുന്നതാണ്. ഈ വേദന അമ്മമാർ ഉൾക്കൊള്ളുക. എന്നും കൊണ്ട് ഈ അമ്മമാർ മക്കളെ ശപിക്കുന്നുണ്ടോ? ഉപേക്ഷിച്ച് പോയിട്ടും തിരിഞ്ഞു നോക്കാതെ ഇരുന്നിട്ടും അമ്മമാർ ശപിക്കുന്നില്ല. ശപിക്കാതെ അവരെ കൊണ്ടു നടക്കുന്നതിന് കാരണം എന്താ? അവരോടുള്ള സ്നേഹം. ചിലപ്പോൾ അന്ന് ചെയ്ത സിസേറിനൊക്കെ ഇങ്ങനെ തിരുമിക്കൊണ്ടായിരിക്കും, ഇപ്പോഴും വേദന ഉണ്ടാകുമായിരിക്കും. എന്നിട്ടും ഈ അമ്മമാർ ഈ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബെർണാഡ്, ക്ലെയർവോയിൽ ബെർണാഡ് പറയുകയാണ്, കുരിശ് സ്നേഹം, ദൈവസ്നേഹം പ്രഘോഷിക്കുന്നു. എന്നാൽ അവൻ്റെ മുറിവുകൾ ശരിക്കും നമ്മോട് പറയുകയാണ്, അവൻ നമ്മെ സ്നേഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം. വരതിരുമരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് ഈ സഹനത്തിലാണ്, ഈ മുറിപ്പാടുകളിലാണ്. ഈ മുറിപ്പാട് ഉള്ളവൻ എങ്ങനെയായാലും സ്നേഹിച്ചിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വിശുദ്ധ ആഗസ്തീനോസ് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്, യേശുവിൻ്റെ മുഴുദേഹവും സ്നേഹം ശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരം മുഴുവനും സ്നേഹം ശ്വസിക്കുന്നു. തിരിച്ച് അവനെ സ്നേഹിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. അവൻ്റെ ശിരസ് നമ്മെ ചുംബിക്കാനായി താഴ്ന്നു വരുന്നു. അവൻ്റെ കൈകൾ നമ്മെ ആലിംഗനം ചെയ്യാനായി നീട്ടിപ്പിടിച്ചിരിക്കുന്നു. അവൻ്റെ നെഞ്ച് നമ്മെ സ്നേഹിക്കാനായി തുറന്നു. അപ്പോൾ ഈ വിശുദ്ധൻ ആഗസ്തീനോസ് പറയുന്നത് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പറയുക. സഹനങ്ങൾ, കുരിശിൽ കടന്നുകൊണ്ട് യേശുവിൻ്റെ തല താഴുന്നത്, യേശു മരിച്ച് അവൻ്റെ തല താഴേക്ക് താഴ്ന്നു വരുന്നത്, അതിൻ്റെ അർത്ഥം എന്ന് പറയും നമ്മെ ചുംബിക്കാനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ കൈവിടാതെ അവനെ ചുംബിക്കുന്ന, ആലിംഗനം ചെയ്യാൻ വേണ്ടിയാ യേശുവിൻ്റെ ശിരസ് താഴേക്ക് വരുന്നത്. യേശുവിൻ്റെ കൈ നീട്ടിപ്പിടിച്ചിരിക്കുന്നത് അവൻ നമ്മെ ആലിംഗനം ചെയ്യാൻ നീട്ടിപ്പിടിച്ചിരിക്കുക. ശിരസ് ചുംബിക്കാൻ വേണ്ടി വരുന്നു, കരങ്ങൾ ആലിംഗനം ചെയ്യാൻ വേണ്ടി വരുന്നു. അതുപോലെ തന്നെ അവൻ്റെ നെഞ്ച് നമ്മെ സ്നേഹിക്കാനായി തുറന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്ന കാര്യം അതാണ്. അപ്പം അത്രമാത്രം മുറിപ്പാടുകളിലൂടെ, സഹനങ്ങളിലൂടെ ഈശോ തൻ്റെ മക്കളെ സ്നേഹിച്ചു എന്ന് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വലതിനെ കുറിച്ച് പറഞ്ഞേ ഹല്ലേലൂയാം. ഈശോയെ സ്നേഹിച്ചു പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വിശുദ്ധ ക്രിസ്തോസ്തം പറയുകയാണ്, ഈ വിശുദ്ധൻ പറയുകയാണ്, മുഴുവൻ ലോകത്തെയും സ്നേഹിക്കുന്ന അതേ സ്നേഹം കൊണ്ട് ഈശോ ഓരോ മനുഷ്യനെയും സ്നേഹിക്കുന്നു. ഇപ്പം ലോകത്തെ സ്നേഹിക്കുന്നത് പോലെ ഈശോ ഓരോ മനുഷ്യനെയും സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. അവിടെ വലിപ്പച്ചെറുപ്പമില്ല. സമ്പന്നനെന്നോ അല്ലെങ്കിൽ പണമില്ലാത്തവനെന്നോ അവഗണിക്കപ്പെട്ടവനെന്നോ തിരസ്കരിക്കപ്പെട്ടവനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ അല്ലെങ്കിൽ അക്ഷരജ്ഞാനമില്ലാത്തവനെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ, ദളിതനെന്നോ അല്ലെങ്കിൽ ഉയർന്ന കാശിപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഒരു വ്യത്യാസവും ഇല്ലാതെ സകലരെയും ഈശോ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കി ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞ തിരിച്ചറിഞ്ഞ വിശുദ്ധ ക്രിസ്തോസ്തം പിതാവ് പറയുകയാണ്. നമ്മൾ വേണം മാറ്റി നിർത്തും. ഈശോയുടെ സ്നേഹം സകലരെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് എന്ന് വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പം ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൻ്റെ പ്രത്യേകത അതാണ്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയുന്ന ഒരു വ്യക്തിയും യേശുവിനെ വിട്ടുപോകില്ല. യേശുവിനെ വിട്ടുപോകില്ല. നമുക്ക് ആ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് പലരും വിട്ടുപോകുന്നത്. സഭ വരെ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ശരിക്ക് ഈ സഭയിലൂടെ വെളിപ്പെടുത്തി കിട്ടിയത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് സഭ വിട്ടുപോകുന്നത്. കുറച്ച് പ്രസംഗിക്കാറായി, അല്ല 4 ധ്യാനം കൂടി ഇത് കഴിയുമ്പോൾ സഭ വിട്ടുപോവുകയാണ്.
ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് എനിക്കന്ന് 2 പള്ളികളുണ്ട്. ഒരു സ്റ്റേഷൻ പള്ളി, അത് 25 കിലോമീറ്റർ അകലെയാണ്. അപ്പം ഞാൻ രാവിലെ ആദ്യത്തെ പള്ളിയിൽ അവിടെ 10-90 വീടുകാരുണ്ട്. അവിടുത്തെ കുർബാന കഴിഞ്ഞ് 25 കിലോമീറ്റർ അകലെ ഞാൻ എൻ്റെ ബുള്ളറ്റിന് പാഞ്ഞു പോകും. അപ്പോൾ ഇവിടെ പള്ളിപ്പണിയൊക്കെ നടക്കുന്ന കാരണം ചിലപ്പം വൈകിയായിരിക്കും പോകുന്നത്, ആ പള്ളിയിൽ പോകുന്നത്. എങ്ങനെയായാലും അതവിടെ 7 വീട്ടുകാരുള്ളൂ താനും, ചെറിയ പള്ളിയാണ്. അപ്പം ഞാൻ ഈ പള്ളിയിൽ പോയി കുർബാനയെല്ലാം കഴിഞ്ഞ് ഞാൻ 1 മണി 1:30 കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. തിരിച്ച് വണ്ടി ഓടിച്ച് 1:30 കഴിയുമ്പോഴായിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് അടുത്ത കാലത്ത് ഞാൻ ഒരാൾ പറഞ്ഞിട്ട് എൻ്റെ ഇടപാതിർത്തി തന്നെ താമസിക്കുന്ന ഒരു വീട്ടുകാരനുണ്ടെന്ന് പറഞ്ഞു. ഒരു പള്ളിയിൽ വരുന്നില്ല, എന്തോ കോൺട്രാക്റ്റ് വർക്കൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരെ പോയി ഫോൺ നമ്പറൊക്കെ മേടിച്ച് വരുന്ന വഴിക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ വീട്ടിൽ കയറി. ഈ വീട്ടിൽ കയറിയപ്പോൾ ഞാൻ കണ്ട കാര്യം ഇതാണ്. അവരുടെ ഈ ഒരു ഷെൽഫുണ്ട്. ഈ ഷെൽഫിൻ്റെ അകത്ത് തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി സഭ വിട്ടുപോയി. അയാളുടെ ഫോട്ടോ അതിൻ്റെ പൊക്കത്തിൽ വെച്ചിരിക്കുകയാണ്. തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഷെൽഫിൽ, അതിൻ്റെ പൊക്കത്തിൽ ഈ മനുഷ്യൻ്റെ ഫോട്ടോ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ ഹൈന്ദവ വിശ്വാസി ഉണ്ടായിരുന്നാണ്. ആ സ്ത്രീ പിന്നീട് എന്നോട് പറയുകയാണ്, ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത് ഇയാൾ വഴിയാന്ന് പറഞ്ഞു. യേശുവിനെ കണ്ടുമുട്ടിയത് ഇയാൾ വഴിയാണ്, എന്നെ എന്നും വിളിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എനിക്ക് യേശുവിനെ പരിചയപ്പെടുത്തി തന്ന ആയതുകൊണ്ട് ഞാൻ പൊക്കത്തി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, യേശുവാണോ വലുത്, പരിചയപ്പെടുത്തിയ ആളാണോ ചോദിച്ചു. അത്രയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ മുഖഭാവമൊക്കെ മാറി. ഇനി എന്നെ അങ്ങോട്ട് കയറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്ന കാരണം. അപ്പോൾ ഇത് ഒരു കത്തോലിക്കൻ ഈ വേറൊരു മതത്തിൽപ്പെട്ട ഇവളെ കെട്ടി അങ്ങനെ ഒരുമിച്ച് താമസിക്കുക, പള്ളിയിലെ കൂതാശയില്ലാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അറിഞ്ഞിട്ട് ഈ വീട്ടിൽ വന്ന ആദ്യത്തെ ദിവസം. ഇനി അവർക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ തൊട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നും മിണ്ടിയില്ല. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു. പിറ്റേ ആഴ്ച ഞാൻ തിരിച്ചു വരും. വരുന്ന വഴിക്ക് വീട്ടിൽ കയറും. അപ്പോൾ 1:30 സമയം കഴിയും. അപ്പോൾ ചോറൊന്നും കൊണ്ടിട്ടൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഈ വരുന്ന വഴിക്ക് പിന്നെ ഞാൻ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമായി. തിരിച്ചു വരുമ്പം എന്നൊരു ഏത്തപ്പഴം പുഴുങ്ങി വയ്ക്കും, ഒരു കട്ടൻ ചായയും തരും. ഹല്ലേലൂയ. അപ്പോൾ അതങ്ങനെ ഞാൻ തിരിച്ചു വരും. അപ്പം വരുന്ന വഴിക്ക് അവിടെ ഇരിക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇത് കുടിച്ച് തിന്ന് അങ്ങനെ ഒരു ക്ഷീണം മാറ്റി ഞാനിങ്ങനെ തിരിച്ചു പോരും. അതിൻ്റെ പള്ളിയിലേക്ക് വരും. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ വന്ന് അവസാനം നല്ല ബന്ധമായി. അങ്ങനെ ഇവരുടെ കല്യാണം കാര്യങ്ങളെല്ലാം ഞാൻ പള്ളിയിൽ വെച്ച് അതെല്ലാം ശരിയാക്കി കൊടുത്തു. അങ്ങനെ പിന്നീട് ഇവർ പള്ളി വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയല്ലേ ഏറ്റവും വലുത്, കാണിച്ചതെന്ന് പറഞ്ഞ ആളൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ പറഞ്ഞ് ഇവർ ഈ ഫോട്ടോ എടുത്ത് താഴെ കൊണ്ടുപോയി വെച്ചു. പിന്നീട് ഈ ഫോട്ടോയൊക്കെ മാറ്റി കളിച്ചു. സഭ വിട്ടുപോയതിൻ്റെ ഫോട്ടോ വീട്ടിൽ വെക്കണോ? ഹല്ലേലൂയ. സഭ വിട്ടുപോകുന്ന ആളുടെ ഫോട്ടോ വീട്ടിൽ വെക്കണോ? അതവർക്ക് പിന്നീട് മനസ്സിലായി. യേശുവാണ്, യേശുവിൻ്റെ സഭയാണ്, കത്തോലിക്ക സഭയാണ് യഥാർത്ഥ സഭയെന്നെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഫോട്ടോ എടുത്ത് പള്ളേ കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റൂ, അവൻ്റെ സഭയെ സ്നേഹിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ സഭയ്ക്ക് എന്ത് പറ്റിയാലും ശരി, അതുപോലെ തന്നെ യേശുവിന് എന്ത് പറ്റിയാലും ശരി, ഇതെന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും മാറ്റി കളയാൻ പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് യേശുവിൻ്റെ സ്നേഹം ഉണ്ടെങ്കിലേ പറ്റൂ. വിശുദ്ധ പൗലോസ് അതുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. റോമാലേഖനം 8-ാമത്തെ അധ്യായം 35 മുതൽ 39 വരെയുള്ള വചനങ്ങൾ ഒരുമിച്ച് വായിക്കാം. നല്ല എത്രയോ സുന്ദരമായ ഒരു വചനമാണെന്നറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിൾ ഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണിത്. റോമാലേഖനം 8-ാമത്തെ അധ്യായം 35 മുതൽ 39 വരെയുള്ള വചനങ്ങൾ. റോമ 8-ന്റെ 35 മുതൽ 39 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ,